പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെയും നിക്കോദേമോസിനെയും ഒരിക്കൽ കൂടി നാം കണ്ടെത്തുകയാണ് നാളെ രാവിലെ. അപകടം നിറഞ്ഞ വെല്ലുവിളിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്ത് ദൈവത്തെ അനുധാവനം ചെയ്യുവാൻ തീരുമാനമെടുത്ത നിക്കോദേമോസ്. വലിയൊരു അടയാളമാണത്, എപ്രകാരം ദൈവത്തോടൊപ്പം സഞ്ചരിക്കണമെന്നുള്ളതിന്. 3-ാമത്തെ അധ്യായം പ്രകാശത്തെയും ഇരുട്ടിനെയും കുറിച്ച് ധാരാളം സംസാരിക്കുന്നുണ്ട്. മുകളിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ആത്മാവിൻ്റെ നിറവിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. നിക്കോദേമോസിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിത്യജീവനെക്കുറിച്ചുള്ള ശക്തമായ ആഴമുള്ള ഒരു പഠനം യോഹന്നാൻ നമുക്ക് നൽകുകയാണ്. എന്തിനു വേണ്ടി ദൈവം ഇപ്രകാരമൊക്കെ ചെയ്യുന്നു? ഒറ്റുത്തരമേ ഉള്ളൂ. ഈ ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവിധം ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. അതോടൊപ്പം തന്നെ സർവരും അവനിൽ വിശ്വസിക്കുവാനും ആരും നശിച്ചു പോകാതിരിക്കുവാൻ. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ഈ ലോകത്തോടുള്ള സ്നേഹം, അതിന് സ്വന്തം മകനെ നൽകുന്നു. 2, ഈ മകനിൽ വിശ്വസിക്കുന്ന സർവരും രക്ഷപ്പെടുകയും വേണം. ഇതൊരു പിതാവിൻ്റെ തൻ്റെ ജനങ്ങളോടുള്ള സ്നേഹമാണ്. കാരണം ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ് അവൻ തൻ്റെ പുത്രനെ നൽകുവാൻ തയ്യാറാവുന്നത്. ഇതിനെൻ്റെ പ്രത്യുത്തരം എന്തായിരിക്കണം? എല്ലാ ദിവസവും ജപമാല അർപ്പിക്കുമ്പോൾ നാം ചൊല്ലുന്നതാണ്, ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. ഐ ഡു ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നശിച്ചു പോകാതിരിക്കുക, എൻ്റെ കൂടെയുള്ളവർ നശിച്ചു പോകാതിരിക്കുക, ഈ ലോകം നശിച്ചു പോകാതിരിക്കുവാൻ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. നിത്യമായ രക്ഷയുണ്ടെന്ന് നീ എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ നിത്യമായ മരണവുമുണ്ട്. ഈ നിത്യമായ മരണത്തിലേക്ക് എന്നെ തള്ളിയിടാതിരിക്കുവാൻ വേണ്ടി നീ നിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെയാണെങ്കിൽ യേശു ഈ ലോകത്തിലേക്ക് വന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, എന്നെ രക്ഷിക്കുക, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുക. ഒരു വീണ്ടും ജനനം ഇതിനാവശ്യമാണ്. ക്രിസ്തോജനേസിസ് എന്ന് പറയും. ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുക. ജ്ഞാനസ്നാനത്തിലൂടെ നാമൊക്കെ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള മാനസാന്തരം നമ്മിൽ നടക്കാതെ പോകുന്നു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. നമ്മിൽ ദൈവഗ്രഹണങ്ങൾ നടക്കാതിരിക്കട്ടെ, ദൈവത്തിനും ഈ ലോകത്തിനുമിടയ്ക്ക് നമ്മെ തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള മറ്റൊന്നും കയറാതിരിക്കട്ടെ. എനിക്കും എൻ്റെ ദൈവത്തിനുമിടയ്ക്ക് ഈ ലോകത്തിൻ്റേതായ കാരണങ്ങളും സ്ഥാനമാനങ്ങളും വസ്തുവകങ്ങളും സമ്പത്തുമൊക്കെ കയറിക്കൂടുമ്പോൾ എനിക്കും ദൈവത്തിനുമിടയ്ക്ക് ഒരു ദൈവഗ്രഹണം നടക്കുന്നുണ്ട്. അത് നിന്നിൽ സംഭവിക്കാതിരിക്കട്ടെ. പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്നത്, ദൈവത്തെ എന്നിൽ കടന്നു വരാതിരിക്കുവാൻ തടഞ്ഞു നിർത്തുന്നത് എല്ലാം ഗ്രഹണങ്ങളാണ്. ഈശോയിലേക്കൊന്ന് നോക്കാം. ദിവ്യകാരുണ്യനാഥൻ, പിതാവായ ദൈവം നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. വീണ്ടും ജനനം നിന്നിൽ നടക്കണമെന്ന് ആവശ്യപ്പെടുന്നവൻ, നിക്കോദേമോസിനെ പിടിച്ച് മുൻപിൽ നിർത്തിയിട്ട് ഇതുപോലെ നിന്നിൽ മാറ്റം വരുത്തണമെന്ന് പറയുന്നവൻ, മരണത്തിൻ്റെ നിഴലിൽ നിന്നും മാറി ജീവൻ്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ നിൻ്റെ മുൻപിലിരിക്കുമ്പോൾ നിന്നിലുള്ള അന്ധകാരത്തിൻ്റെ കണികകൾ എന്താണ്? നിൻ്റെ ജീവിതശൈലിയാണോ? സംസാര രീതിയാണോ? സംസർഗങ്ങളാണോ? നീ കാണുന്ന കാര്യങ്ങളാണോ? കേൾക്കുന്ന കാര്യങ്ങളാണോ? നിൻ്റെ പ്രവർത്തന രീതികളാണോ?
എന്താണ് നിന്നെ പ്രകാശത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? നിന്നിൽ ഒരു ദൈവഗ്രഹണം നടക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഓർക്കാം, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, എന്നെ നിന്നിൽ നിന്നും വേർപെടുത്തുന്ന രീതിയിലുള്ള സർവ്വതിനെയും മാറ്റിത്തരണമേ എന്ന്. മുകളിൽ നിന്ന് നീ നൽകുന്ന ജന്മം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും നൽകണമേ എന്ന് എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, പഠിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. മോശമായ അവസ്ഥകളിൽ നിന്ന്, നിന്നെ മാറ്റി നിർത്തുന്ന അവസ്ഥകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, മരണത്തിൽ നിന്ന്, സാമ്പത്തികമായ പരാധീനതകളിൽ നിന്ന്, സംസർഗങ്ങളിൽ നിന്ന്, കൂട്ടുകെട്ടുകളിൽ നിന്ന്, സ്വഭാവങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മാവിൻ്റെ നിറവിലുള്ള ഒരു പുതുജന്മം സർവർക്കും ആശംസിക്കുകയാണ്. സ്വസ്ഥമായി നമുക്കുറങ്ങാം. ആത്മാവിൻ്റെ നിറവിൽ നമുക്ക് വീണ്ടും എഴുന്നേൽക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.